ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷ് ചാപ്റ്റർ 1 റോബോട്ട് വിത്ത് എ വൈറസ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Ricky cast a suspicious eye on the gleaming butler robot. I think it's his handiwork, he thought. He hatched a plan to spy on the robot. അപ്പോൾ എന്താണ് നമ്മുടെ റിക്കീൻ്റെ ബിലോങ്ങിങ്സ് ഒന്നും കാണുന്നില്ല അല്ലേ? അപ്പോൾ അതാരാണ് എടുത്ത് വെച്ചിരുന്നത്? അപ്പോൾ റിക്കി വിചാരിക്കുകയാണ് സസ്പീഷ്യസ് ഹൈ ഓൺ ഗ്ലീമിങ് ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ട് ആയിരിക്കും എന്ന് റിക്കി വിചാരിക്കുന്നു അല്ലേ? ഹി തോട്ട് ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. അങ്ങനെ എന്താണ് അവനൊരു പ്ലാൻ ചെയ്യുന്നു റോബോട്ടിനെ സ്പൈ എന്ന് വെച്ചാൽ അവനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആൻഡ് ബിഗാൻ ടു ഫോളോ ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അങ്ങനെ അന്ന് മുതൽ അവൻ എന്ത് ചെയ്തു? റോബോട്ടിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവസാനം എന്തായി? അവനെ കയ്യോടെ പിടിച്ചു അല്ലേ? അതാണ് കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. While it was picking up one of its clothes, Ricky followed the robot without making a sound. അങ്ങനെ ഒരു ദിവസം എന്താണ് ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നപ്പോൾ ഈ റോബോട്ട് റിക്കിയുടെ ഒരു ക്ലോത്ത് എടുക്കുന്ന കണ്ടു അല്ലേ? അപ്പോൾ റിക്കി മെല്ലെ സൗണ്ടൊന്നുമില്ല ഉണ്ടാക്കാതെ റോബോട്ടിനെ ഫോളോ ചെയ്തു. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത് ഇൻ ദ സ്റ്റോർ റൂം. അപ്പോൾ ഇങ്ങനെ ശബ്ദമില്ലാതെ പോയി നോക്കിയപ്പോൾ എന്താണ്? റോബോട്ട് അവൻ്റെ ടീഷർട്ട് ഫോൾഡ് ചെയ്തിട്ട് എവിടെ? സ്റ്റോർ റൂമിൽ പൈൽ ഓഫ് ക്ലോത്ത്, കുറേ ക്ലോത്ത്സിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നത് കണ്ടു. ഓക്കെ, ഓഫ് ഹി വെൻ റിട്ടേണിങ് ടു ഹിസ് പാരൻറ്റ്. ഇത് കണ്ട ഉടനെ ഇവൻ എന്ത് ചെയ്തു? അവരുടെ പാരൻസിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഫാദറിനോട് പറയണം, ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഇസ് ഫോൾട്ടി, ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. ഫാദറിനോട് പറഞ്ഞു. നമുക്കവിടെ പിക്ചറിൽ കാണാൻ സാധിക്കും അല്ലേ? ഫാദറും അവനും തമ്മിലുള്ള സംസാരം. ഫാദറിനോട് പറഞ്ഞു, ഹി ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. അവൻ എൻ്റെ തിങ്സൊക്കെ കട്ടെടുക്കുകയാണ്. ഈ റോബോട്ട് ഫോൾട്ടിയാണ് എന്ന് വെച്ചാൽ ഇത് മിസ്റ്റേക്കനാണ്, ഇത് ഉണ്ടാക്കിയത് ശരിയായിട്ടല്ല. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ഇവനെ പ്രോഗ്രാം ചെയ്തത് ശരിയായ രീതിയിലല്ല. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. അവനെ നമുക്ക് പറഞ്ഞു വിടാം. അപ്പോൾ ഫാദർ പറയാണ്, ആബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. അപ്പോൾ ഫാദർ ഇങ്ങനെ തല കുലുക്കി പറയാണ്, നോ, ആബ്സല്യൂട്ട്ലി നോട്ട്, അങ്ങനെയല്ല. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അവൻ്റെ അച്ഛന് റോബോട്ടിക്സിലെ എക്സ്പേർട്ടാണ്. റോബോട്ടിക്സ് എന്ന് വെച്ചാൽ ഈ റോബോട്ടിക് ഒക്കെ ഉണ്ടാക്കുന്നതിൽ അല്ലേ. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് എ ന്യൂ ബട്ട്ലർ. അവൻ്റെ അച്ഛന് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയതിൽ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഡിലൈറ്റഡ്. ഓക്കെ, ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. ഐ വാണ്ട് ഗെറ്റ് റിഡ് ഓഫ് ഹിം. പക്ഷേ റിക്കി അച്ഛൻ പറഞ്ഞതൊന്നും കേട്ടില്ല. റിക്കി പറയാണ്, എനിക്ക് അവനിൽ നിന്ന് ഒരു മോചനം വേണം. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അങ്ങനെ അച്ഛനും അവനും തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. അപ്പോൾ നോക്കാം നമുക്ക്. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഹി ക്യാൻ ഡു. അപ്പോൾ അച്ഛൻ പറയാണ്, റോബോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കൂ, അവൻ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ റിക്കി പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ, ഹി ഈസ് ഗോയിങ് മോർ ഹാം ദാൻ ഗുഡ്. ഞാനെങ്ങനെ ചിന്തിക്കുന്നില്ല, കാരണം അവന് നല്ലതിനേക്കാൾ കൂടുതൽ മോശമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാദർ, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ എന്താണ് ഈ പറയുന്നത്? നീ തെറ്റാണ് അല്ലേ? യു ആർ റോങ്, യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങൾക്ക് മനസ്സിലാവില്ല റോബോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. റിക്കി, ഐ കാൺട്ട് അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങൾ പറയുന്നതുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഒരു റോബോട്ടിനെ ശരിയായിട്ടല്ല ഉണ്ടാക്കിയതെങ്കിൽ അത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. എന്താണ് അപ്പോൾ റിക്കി പറയുന്നത്? ഈ റോബോട്ടിനെ ഉണ്ടാക്കിയത് ശരിയായ രീതിയിലല്ല അല്ലേ? കാരണം ഇവൻ്റെ ഡ്രസ്സൊക്കെ ബിലോങ്ങിങ്സൊക്കെ ഇതെടുത്തുകൊണ്ട് പോകുന്നു. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ് ദറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഇറ്റ് ഡിഡ്. ഓക്കെ, അപ്പോൾ റിക്കി എപ്പോഴും ഇവൻ്റെ പാരൻസിനോട് അന്ന് മുതൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ റോബോട്ട് ഇവൻ്റെ സാധനങ്ങളെ ഹൈഡ് ചെയ്യുന്നു. ദാറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. ദാറ്റ് ഔട്ട് വെയ്റ്റഡ്. റോബോട്ടൊന്നൊന്നും അല്ല വിളിക്കുന്നത്, ആ വെയിറ്റുള്ള സാധനം എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഓക്കെ,
One day, the robot who was whirring past heard the boy's complaint. The robot returned with a pair of Ricky's shoes and some of his clothes. അങ്ങനെ ഒരു ദിവസം എന്താണ് ഈ റോബോട്ട് വെറിങ് പാസ്റ്റ് എന്ന് വെച്ചാൽ റോബോട്ടിൻ്റെ ഒരു വാക്കിംഗ് സ്റ്റൈലാകുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടില്ലേ ആ സൗണ്ടോട് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഈ ബോയിൻ്റെ കംപ്ലയിൻറ്റ്സ് ബോയ് പാരൻസിനോട് പറയുന്ന കംപ്ലയിൻറ്റ് കേട്ടു. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്. റോബോട്ട് എന്തായി പെട്ടെന്ന് എവിടെ നിന്നോ അവൻ്റെ ഒരു പെയർ ഓഫ് ഷൂസും അവൻ്റെ ക്ലോത്ത്സും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഹിയർ സർ, I did not know it was bothering you, said the butler in its metallic voice. എന്നിട്ട് പറയാണ്, ഇതാ സർ നിങ്ങളുടെ ഡ്രസ്സും ഷൂസും, ഞാൻ ഇത് നിങ്ങളെ ഇത്ര ബോധറാക്കുമെന്ന് ഇത്ര വിഷമിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. said the butler in metallic voice. ഓക്കെ, അപ്പോൾ ബട്ട്ലർ അവൻ്റെ മെറ്റാലിക് വോയിസ് എന്ന് വെച്ചാൽ റോബോട്ട് സംസാരിക്കുന്ന രീതി നമുക്കറിയാലോ, ആ ഒരു വോയിസിലൂടെ പറഞ്ഞു, how could it not, you thief? You have been nicking my stuff for a weeks. അപ്പോൾ എന്താണ്, ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്. അപ്പോൾ പറയാണ്, എന്നെ ബോദർ ചെയ്തില്ലെന്നോ, എന്നെ വിഷമിപ്പിച്ചില്ലെന്നോ, യു തീഫ്, നീ കള്ള അല്ലേ. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റാഫ് ഫോർ എ വീക്ക്. എൻ്റെ സാധനം കുറേ കാലമായി നീ കട്ടെടുക്കുകയല്ലേ അല്ലേ, ആഴ്ചകളായിട്ട് എന്ന് പറയാണ്. ഐ ഹാഡ് സീൻ, അപ്പോൾ നമ്മളെ റോബോട്ട് പറയാണ്, ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലെയിങ് സ്കാറ്റേർഡ് ഇൻ ദ ഫ്ലോർ. ഞാൻ നിൻ്റെ സാധനങ്ങളൊക്കെ സ്കാറ്റേർഡ് എന്ന് വെച്ചാൽ ചിതറിക്കിടക്കുന്നത് ഫ്ലോറിൽ, നിലത്ത് ചിതറിക്കിടക്കുന്നത് കണ്ടിരുന്നു. ഐ തോട്ട് ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ വിചാരിച്ചു നിനക്കത് ആവശ്യമില്ല എന്ന്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ആർക്കും ആവശ്യമില്ലാത്തത് എടുത്ത് കളക്ട് ചെയ്യാനാണ്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസ് വെയർ അതർ ഹ്യൂമൻ ക്യാൻ യൂസ് ദം. എന്നെ പ്രോഗ്രാം ചെയ്തത് ഒരാൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഉണ്ടാക്കിയത്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ റോബോട്ടിനൊന്നും അറിയില്ലെന്ന്, അപ്പോൾ റോബോട്ട് ഇപ്പോൾ പറയാണ്, ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ, ഞാനൊരു മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീനാണ്. വെയർ യു അൺവെയർ ഓഫ് ഇറ്റ്, നിനക്കത് മനസ്സിലാവില്ല. ദ റോബോട്ട് സെറ്റ് സർട്ടൻ പ്രൈഡ്. ഒരു പ്രൗഡോടെ നമ്മുടെ റോബോട്ട് പറഞ്ഞു. റിക്കി ഇത് കേട്ടപ്പോൾ റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് ഭയങ്കര നാണക്കേടായി അല്ലേ. ഈ ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് തോ ദേ വെർ യൂസ്ലെസ്. അപ്പോൾ he cared for nothing, yet there were many people in the world who would have been delighted to have Ricky's things. അപ്പോൾ റിക്കി ഭയങ്കര അഷെയിംഡായി. എന്താണ് നമ്മുടെ റോബോട്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ് അല്ലേ. ആർക്കും വേണ്ടാത്ത സാധനം എടുത്തിട്ട് അത് ആവശ്യമുള്ളവർക്ക്, നമ്മുടെ ഒരു വേണ്ടാത്ത സാധനം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മൾക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സസൊക്കെ ആവശ്യമുള്ളവരുണ്ടാവാം അല്ലേ, അത് നമ്മളെ കുറച്ചുകൂടി അത് ഉപകരിക്കുന്നവർക്ക് കൊടുക്കും അല്ലേ, നമ്മുടെ കുറേ കബോർഡിലുള്ള ഡ്രസ്സൊക്കെ. അതുപോലെ ഒരാൾക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കുകയാണ് നമ്മുടെ ആര് ചെയ്യുന്ന റോബോട്ട് ചെയ്യുന്നത് അല്ലേ, ബട്ട്ലർ റോബോട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റിക്കിക്ക് ഭയങ്കര അഷെയിംഡായി. അപ്പോൾ റിക്കി എന്താണ്, റിക്കിയുടെ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അത് സന്തോഷവാനായി തീരുന്ന ആൾക്കാരുണ്ടല്ലേ. റിക്കിക്ക് എന്താണ്, റിക്കിക്ക് അത് അത്ര വലിയ വാല്യൂ ഒന്നുമില്ല അല്ല, ഇങ്ങനെ നീറ്റാവാണ്ട് വെക്കും അല്ലേ. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം. അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അവരതിനെ നന്നായിട്ട് കെയർ ചെയ്യും. ഹി റിയലൈസ്ഡ് ദാറ്റ് റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാംഡ്. ഇതൊക്കെ കേട്ടപ്പോൾ റിക്കിക്ക് മനസ്സിലായി എന്ത്, ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. ഈ റോബോട്ട് തെറ്റായിട്ടൊന്നും അല്ല അതിനെ ഉണ്ടാക്കിയത്. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. ഇതിനെ പ്രോഗ്രാം ചെയ്തത് നന്നായിട്ടാണ് അല്ലേ, ഏറ്റവും നല്ല രീതിയിലാണ്, എക്സ്ട്രീംലി വെൽ. ഓക്കെ, അപ്പോൾ അന്ന് മുതൽ സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്ന് മുതൽ എന്താണ് നമ്മുടെ റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. എങ്ങനെ, നമ്മുടെ മാക്സിമം എഫിഷ്യൻസി റോബോട്ടിനെ പോലെ അല്ലേ, മെഷീനെ പോലെ. ഹി പുട്ട് റിയൽ കെയർ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ്റെ തിങ്സ്, അവൻ്റെ ബിലോങ്ങിങ്സിനൊക്കെ എന്ത് ചെയ്തു, നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി, നല്ല നീറ്റായിട്ടെല്ലാം വെക്കാൻ തുടങ്ങി. ഹി ക്യാപ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. ഓക്കെ, അപ്പോൾ അവൻ അന്ന് മുതൽ അവൻ്റെ സാധനങ്ങളൊക്കെ ശരിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. മാത്രമല്ല അവൻക്ക്
ഹീ ഡിഡിൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവനക്ക് ആവശ്യമില്ലാത്തതൊന്നും അവന് വാങ്ങിയിട്ടില്ല. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് റോബോട്ട് ബുക്ക്. ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് റോബോട്ട് ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്? റോബോട്ടിന് ബുക്കുണ്ടോ? ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ റോബോട്ടിൻ്റെ ഇതിൽ നിന്നും അവന് എന്താണ് ഈ ഒരു നല്ല കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയല്ലേ? അതാണ്. വിത്ത് ഹസ് പോക്കറ്റ് മണി, അത് മാത്രമല്ല, അവൻ്റെ പോക്കറ്റ് മണിയിലെ ഹി ബിഗാൻ ടു ഹെൽപ്പ് ദ പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അവൻ്റെ പോക്കറ്റ് മണിയിലെ അവനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ് ആവശ്യമുള്ളവർക്ക് വേണ്ടി അവർ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവാനും അന്ന് മുതൽ തുടങ്ങി. ഓക്കെ, എങ്ങനെ സ്റ്റോറി ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിയുടെ ഓഥർ ആരാണെന്ന് നോക്കാം. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റ്യൻ അല്ലേ, വാസ് ബോൺ ഇൻ മാഡ്രിഡ്. എവിടെയാണ് ജനിച്ചത്? മാഡ്രിഡിലാണ്, സ്പെയിനിൽ അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് ഈ ഓഥറിൻ്റെ 2-3 സ്റ്റോറീസും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ആർ റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്. ഇതൊക്കെയാണ് വേറെ കുറച്ച് സ്റ്റോറീസൊക്കെ എഴുതിയത്. പിന്നെ ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെഡ് ടു ഹിം ടു ക്രിയേറ്റ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻസ് ഓൺ വാല്യൂസ്. അപ്പോൾ ഇവർ എന്താണ് പാഷൻ എന്ന് വെച്ചാൽ റൈറ്റിംഗ് ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻസ് വാല്യൂസ്. ചിൽഡ്രൻസിനൊക്കെ നല്ല വാല്യൂസ് ഉള്ള കുറച്ച് സ്റ്റോറീസൊക്കെ എഴുതുന്നതാണ് ഇയാളുടെ പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് പാർട്ട് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ പാർട്ട് 3 ആയിട്ട് വരുന്നതേക്ക് ബൈ. ഹലോ എവ്രി വൺ, വെൽക്കം ടു ലേൺ ആൻഡ് ഗ്രോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ക്ലാസ് 7 ഇംഗ്ലീഷ് ചാപ്റ്റർ 1, റോബോട്ട് വിത്ത് എ വൈറസ്. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Ricky cast a suspicious eye on the gleaming butler robot. I think it's his handiwork, he thought. He hatched a plan to spy on the robot. അപ്പോൾ എന്താണ് നമ്മുടെ റിക്കീൻ്റെ ബിലോങ്ങിങ്സ് ഒന്നും കാണുന്നില്ല അല്ലേ. അപ്പോൾ അതാരാണ് എടുത്ത് വെച്ചിരുന്നത്? അപ്പോൾ റിക്കി വിചാരിക്കുകയാണ് സസ്പീഷ്യസ് ഹൈ ഓൺ ഗ്ലീമിങ് ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ട് ആയിരിക്കും എന്ന് റിക്കി വിചാരിക്കുന്നു അല്ലേ. ഹി തോട്ട് ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. അങ്ങനെ എന്താണ് അവനൊരു പ്ലാൻ ചെയ്യുന്നു റോബോട്ടിനെ സ്പൈ എന്ന് വെച്ചാൽ അവനെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ. ആൻഡ് ബിഗാൻ ടു ഫോളോ ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. അങ്ങനെ അന്ന് മുതൽ അവൻ എന്ത് ചെയ്തു? റോബോട്ടിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അവസാനം എന്തായി? അവനെ കയ്യോടെ പിടിച്ചു അല്ലേ. അതാണ് കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. While it was picking up one of its clothes, Ricky followed the robot without making a sound. അങ്ങനെ ഒരു ദിവസം എന്താണ് ഇങ്ങനെ ഫോളോ ചെയ്തിരുന്നപ്പോൾ ഈ റോബോട്ട് റിക്കിയുടെ ഒരു ക്ലോത്ത് എടുക്കുന്ന കണ്ടു അല്ലേ. അപ്പോൾ റിക്കി മെല്ലെ സൗണ്ടൊന്നുമില്ല ഉണ്ടാക്കാതെ റോബോട്ടിനെ ഫോളോ ചെയ്തു. ടു ഹിസ് സർപ്രൈസ് ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട് നീറ്റ്ലി ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത് ഇൻ ദ സ്റ്റോർ റൂം. അപ്പോൾ ഇങ്ങനെ ശബ്ദമില്ലാതെ പോയി നോക്കിയപ്പോൾ എന്താണ് റോബോട്ട് അവൻ്റെ ടീഷർട്ട് ഫോൾഡ് ചെയ്തിട്ട് എവിടെ? സ്റ്റോർ റൂമിൽ പൈൽ ഓഫ് ക്ലോത്ത്, കുറേ ക്ലോത്ത്സിൻ്റെ കൂട്ടത്തിൽ വെക്കുന്നത് കണ്ടു. ഓക്കെ, ഓഫ് ഹി വെൻ റിട്ടേണിങ് ടു ഹിസ് പാരൻറ്റ്. ഇത് കണ്ട ഉടനെ ഇവൻ എന്ത് ചെയ്തു? അവരെ പാരൻസിൻ്റെ അടുത്തെത്തി. എന്നിട്ട് ഫാദറിനോട് പറയണം, ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഇസ് ഫോൾട്ടി, ഹി ഹാസ് ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. ഫാദറിനോട് പറഞ്ഞു. നമുക്കവിടെ പിക്ചറിൽ കാണാൻ സാധിക്കും അല്ലേ, ഫാദറും അവനും തമ്മിലുള്ള സംസാരം. ഫാദറിനോട് പറഞ്ഞു, ഹി ഫ്ലിച്ച്ഡ് മൈ തിങ്സ്. അവൻ എൻ്റെ തിങ്സൊക്കെ കട്ടെടുക്കുകയാണ്. ഈ റോബോട്ട് ഫോൾട്ടിയാണ് എന്ന് വെച്ചാൽ ഇത് മിസ്റ്റേക്കനാണ്, ഇത് ഉണ്ടാക്കിയത് ശരിയായിട്ടല്ല. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. ഇവനെ പ്രോഗ്രാം ചെയ്തത് ശരിയായ രീതിയിലല്ല. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. അവനെ നമുക്ക് പറഞ്ഞു വിടാം. അപ്പോൾ ഫാദർ പറയാണ്, ആബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. അപ്പോൾ ഫാദർ ഇങ്ങനെ തല കുലുക്കി പറയാണ്, നോ, ആബ്സല്യൂട്ട്ലി നോട്ട്, അങ്ങനെയല്ല. ഹി വാസ് എൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അവൻ്റെ അച്ഛനെ റോബോട്ടിക്സിലെ എക്സ്പേർട്ടാണ്. റോബോട്ടിക്സ് എന്ന് വെച്ചാൽ ഈ റോബോട്ടിക് ഒക്കെ ഉണ്ടാക്കുന്നതിൽ അല്ലേ. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് എ ന്യൂ ബട്ട്ലർ. അവൻ്റെ അച്ഛന് ഈ റോബോട്ടിനെ ഉണ്ടാക്കിയതിൽ ഭയങ്കര സന്തോഷവാനായിരുന്നു. ഡിലൈറ്റഡ്.
ഓക്കെ, ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അതൊരു സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. ഐ വാണ്ട് ഗെറ്റ് റിഡ് ഓഫ് ഹിം. പക്ഷേ റിക്കി അച്ഛൻ പറഞ്ഞതൊന്നും കേട്ടില്ല. റിക്കി പറയാണ്, എനിക്ക് അവനിൽ നിന്ന് ഒരു മോചനം വേണം. ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എ ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് ഫാദർ ഫോളോഡ്. അങ്ങനെ അച്ഛനും അവനും തമ്മിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. അപ്പോൾ നോക്കാം നമുക്ക്. ഫാദർ, എ റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്, ലുക്ക് അറ്റ് ദ തിങ്സ് ഹി ക്യാൻ ഡു. അപ്പോൾ അച്ഛൻ പറയാണ്, റോബോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര വണ്ടർഫുള്ളായിട്ടുള്ള ഒരു ഡിവൈസാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും നോക്കൂ, അവൻ എന്തൊക്കെ ചെയ്യുന്നു. അപ്പോൾ റിക്കി പറയാണ്, ഐ ഡോണ്ട് തിങ്ക് സോ, ഹി ഈസ് ഗോയിങ് മോർ ഹാം ദാൻ ഗുഡ്. ഞാനെങ്ങനെ ചിന്തിക്കുന്നില്ല, കാരണം അവന് നല്ലതിനേക്കാൾ കൂടുതൽ മോശമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫാദർ, യു ആർ റോങ് റിക്കി, യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ എന്താണ് ഈ പറയുന്നത്, നീ തെറ്റാണ് അല്ലേ, യു ആർ റോങ്, യു ആർ മിസ്റ്റേക്കൺ, നിങ്ങൾക്ക് തെറ്റുപറ്റി, നിങ്ങൾക്ക് മനസ്സിലാവില്ല റോബോട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. റിക്കി, ഐ കാൺട്ട് അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങൾ പറയുന്നതുകൊണ്ട് യോജിക്കാൻ പറ്റില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ഒരു റോബോട്ടിനെ ശരിയായിട്ടല്ല ഉണ്ടാക്കിയെങ്കിൽ അത് ഭയങ്കര പ്രോബ്ലം ആയിരിക്കും. എന്താണ് അപ്പോൾ റിക്കി പറയുന്നത്, ഈ റോബോട്ടിനെ ഉണ്ടാക്കിയത് ശരിയായ രീതിയിലല്ല അല്ലേ, കാരണം ഇവൻ്റെ ഡ്രസ്സൊക്കെ ബിലോങ്ങിങ്സൊക്കെ ഇതെടുത്തുകൊണ്ട് പോകുന്നു. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ് ദറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഇറ്റ് ഡിഡ്. ഓക്കെ, അപ്പോൾ റിക്കി എപ്പോഴും ഇവൻ്റെ പാരൻസിനോട് അന്ന് മുതൽ ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ റോബോട്ട് ഇവൻ്റെ സാധനങ്ങളെ ഹൈഡ് ചെയ്യുന്നു. ദാറ്റ് ഔട്ട് വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. ദാറ്റ് ഔട്ട് വെയ്റ്റഡ്. റോബോട്ടൊന്നൊന്നും അല്ല വിളിക്കുന്നത്, ആ വെയിറ്റുള്ള സാധനം എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കുന്നു, അങ്ങനെയൊക്കെയാണ്. ഓക്കെ. One day the robot who was whirring past heard the boys complain. The robot returned with a pair of Ricky's shoes and some of his clothes. അങ്ങനെ ഒരു ദിവസം എന്താണ്, ഈ റോബോട്ട് വെറിങ് പാസ്റ്റ് എന്ന് വെച്ചാൽ റോബോട്ടിൻ്റെ ഒരു വാക്കിംഗ് സ്റ്റൈലാകുമ്പോൾ അതിൻ്റെ ഒരു സൗണ്ടില്ലേ, ആ സൗണ്ടോട് ഇങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് ഈ ബോയിൻ്റെ ബോയ് പാരൻസിനോട് പറയുന്ന കംപ്ലൈൻറ്റ് കേട്ടു. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹിസ് ക്ലോത്ത്. റോബോട്ട് എന്തായി, പെട്ടെന്ന് എവിടെ നിന്നോ അവൻ്റെ ഒരു പെയർ ഓഫ് ഷൂസും അവൻ്റെ ക്ലോത്ത്സും ഒക്കെ കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട് പറയുന്നു, ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു, സെഡ് ദ ബട്ട്ലർ ഇൻ ഇറ്റ് മെറ്റാലിക് വോയിസ്. എന്നിട്ട് പറയാണ്, ഇതാ സർ നിങ്ങളുടെ ഡ്രസ്സും ഷൂസും, ഇത് നിങ്ങളെ ഇത്ര ബോദറാക്കുമെന്ന്, ഇത്ര വിഷമിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. സെഡ് ദ ബട്ട്ലർ ഇൻ മെറ്റാലിക് വോയിസ്. ഓക്കെ, അപ്പോൾ ബട്ട്ലർ അവൻ്റെ മെറ്റാലിക് വോയിസ് എന്ന് വെച്ചാൽ റോബോട്ട് സംസാരിക്കുന്ന രീതി നമുക്കറിയാലോ, ആ ഒരു വോയിസിലൂടെ പറഞ്ഞു, ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ എ വീക്സ്. അപ്പോൾ എന്താണ്, ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. അപ്പോൾ പറയാണ്, എന്നെ ബോദർ ചെയ്തില്ലെന്നോ, എന്നെ വിഷമിപ്പിച്ചില്ലെന്നോ, യു തീഫ്, നീ കള്ള അല്ലേ, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റാഫ് ഫോർ എ വീക്ക്. എൻ്റെ സാധനം കുറേ കാലമായി നീ കട്ടെടുക്കുകയല്ലേ അല്ലേ, ആഴ്ചകളായിട്ട് എന്ന് പറയാണ്. ഐ ഹാഡ് സീൻ, അപ്പോൾ നമ്മളെ റോബോട്ട് പറയാണ്, ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലെയിങ് സ്കാറ്റേഡ് ഇൻ ദ ഫ്ലോർ. ഞാൻ നിൻ്റെ സാധനങ്ങളൊക്കെ സ്കാറ്റേഡ് എന്ന് വെച്ചാൽ ചിതറിക്കിടക്കുന്നത് ഫ്ലോറിൽ, നിലത്ത് ചിതറിക്കിടക്കുന്നത് കണ്ടിരുന്നു. ഐ തോട്ട് ദാറ്റ് ഇറ്റ് ഡിഡ് നോട്ട് നീഡ് ദം. ഞാൻ വിചാരിച്ചു നിനക്കത് ആവശ്യമില്ല എന്ന്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ്, ആർക്കും ആവശ്യമില്ലാത്തത് എടുത്ത് കളക്ട് ചെയ്യാനാണ്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസ് വെയർ അതർ ഹ്യൂമൻ ക്യാൻ യൂസ് ദം. എന്നെ പ്രോഗ്രാം ചെയ്തത് ഒരാൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എടുത്ത് അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ ഉണ്ടാക്കിയത്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. അപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ഈ റോബോട്ടിനൊന്നും അറിയില്ലെന്ന്, അപ്പോൾ റോബോട്ട് ഇപ്പോൾ പറയാണ്, ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ, ഞാനൊരു മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെഷീനാണ്. വെയർ യു അൺവെയർ ഓഫ് ഇറ്റ്, നിനക്കത് മനസ്സിലാവില്ല. ദ റോബോട്ട് സെറ്റ് സർട്ടൻ പ്രൈഡ്. ഒരു പ്രൗഡോടെ നമ്മുടെ റോബോട്ട് പറഞ്ഞു. റിക്കി ഇത് കേട്ടപ്പോൾ റിക്കി വാസ് അഷെയിംഡ്. റിക്കിക്ക് ഭയങ്കര നാണക്കേടായി അല്ലേ. ഈ ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് തോ ദേ വെർ യൂസ്ലെസ്. അപ്പോൾ he cared for nothing, yet there were many people in the world who would have been delighted to have Ricky's things. അപ്പോൾ റിക്കി ഭയങ്കര അഷെയിംഡായി. എന്താണ് നമ്മുടെ റോബോട്ട് ചെയ്യുന്നത് നല്ല കാര്യമാണ് അല്ലേ,
ആർക്കും വേണ്ടാത്ത സാധനം എടുത്തിട്ട് അത് ആവശ്യമുള്ളവർക്ക്, നമ്മുടെ ഒരു വേണ്ടാത്ത സാധനം മറ്റുള്ളവർക്ക് ഉപകരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. നമ്മൾക്കിപ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സസൊക്കെ ആവശ്യമുള്ളവരുണ്ടാവാം അല്ലേ. അത് നമ്മളെ കുറച്ചുകൂടി അത് ഉപകരിക്കുന്നവർക്ക് കൊടുക്കും അല്ലേ. നമ്മുടെ കുറേ കബോർഡിലുള്ള ഡ്രസ്സൊക്കെ, അതുപോലെ ഒരാൾക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കുകയാണ് നമ്മുടെ ആര് ചെയ്യുന്ന, റോബോട്ട് ചെയ്യുന്നത് അല്ലേ, ബട്ട്ലർ റോബോട്ട്. അപ്പോൾ ഇത് കേട്ടപ്പോൾ റിക്കിക്ക് ഭയങ്കര അഷെയിംഡായി. അപ്പോൾ റിക്കി എന്താണ്, റിക്കിയുടെ സാധനങ്ങൾ മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ അത് സന്തോഷവാനായി തീരുന്ന ആൾക്കാരുണ്ടല്ലേ. റിക്കിക്ക് എന്താണ്, റിക്കിക്ക് അത് അത്ര വലിയ വാല്യൂ ഒന്നുമില്ല അല്ല, ഇങ്ങനെ നീറ്റാവാണ്ട് വെക്കും അല്ലേ. അൺലൈക്ക് ഹിം ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം. അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അവരതിനെ നന്നായിട്ട് കെയർ ചെയ്യും. ഹി റിയലൈസ്ഡ് ദാറ്റ് റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ് പ്രോഗ്രാംഡ്. ഇതൊക്കെ കേട്ടപ്പോൾ റിക്കിക്ക് മനസ്സിലായി എന്ത്, ദ റോബോട്ട് വാസ് നെയ്തർ ബ്രോക്കൺ നോർ മിസ്പ്രോഗ്രാംഡ്. ഈ റോബോട്ട് തെറ്റായിട്ടൊന്നും അല്ല അതിനെ ഉണ്ടാക്കിയത്. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. ഇതിനെ പ്രോഗ്രാം ചെയ്തത് നന്നായിട്ടാണ് അല്ലേ, ഏറ്റവും നല്ല രീതിയിലാണ്, എക്സ്ട്രീംലി വെൽ. ഓക്കെ, അപ്പോൾ അന്ന് മുതൽ സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അന്ന് മുതൽ എന്താണ്, നമ്മുടെ റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിട്ട് നിൽക്കാൻ തീരുമാനിച്ചു. എങ്ങനെ, നമ്മുടെ മാക്സിമം എഫിഷ്യൻസി റോബോട്ടിനെ പോലെ അല്ലേ, മെഷീനെ പോലെ. ഹി പുട്ട് റിയൽ കെയർ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ്റെ തിങ്സ്, അവൻ്റെ ബിലോങ്ങിങ്സിനൊക്കെ എന്ത് ചെയ്തു, നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി, നല്ല നീറ്റായിട്ടെല്ലാം വെക്കാൻ തുടങ്ങി. ഹി ക്യാപ് ദം ടൈഡി ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡ്ന്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. ഓക്കെ, അപ്പോൾ അവൻ അന്ന് മുതൽ അവൻ്റെ സാധനങ്ങളൊക്കെ ശരിയായിട്ട് നീറ്റായിട്ട് സൂക്ഷിക്കാൻ തുടങ്ങി. മാത്രമല്ല അവൻക്ക് ഹി ഡിഡിൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അവൻക്ക് ആവശ്യമില്ലാത്തതൊന്നും അവന് വാങ്ങിയിട്ടില്ല. ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് റോബോട്ട് ബുക്ക്. ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് റോബോട്ട് ബുക്ക് എന്ന് വെച്ചാൽ എന്താണ്, റോബോട്ടിന് ബുക്കുണ്ടോ? ഇല്ല. അപ്പോൾ എന്ന് വെച്ചാൽ റോബോട്ടിൻ്റെ ഇതിൽ നിന്നും അവന് എന്താണ്, ഈ ഒരു നല്ല കാര്യങ്ങളൊക്കെ തൻ്റെ ജീവിതത്തിലേക്ക് പകർത്തിയല്ലേ. അതാണ്. വിത്ത് ഹസ് പോക്കറ്റ് മണി, അതുമാത്രമല്ല അവൻ്റെ പോക്കറ്റ് മണിയിൽ ഹി ബിഗാൻ ടു ഹെൽപ്പ് ദ പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അവൻ്റെ പോക്കറ്റ് മണിയിൽ അവനെ മറ്റുള്ളവർക്ക് വേണ്ടി എന്താണ്, ആവശ്യമുള്ളവർക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാനും അന്ന് മുതൽ തുടങ്ങി. ഓക്കെ, എങ്ങനൊരു സ്റ്റോറി ഇഷ്ടമായോ? ഓക്കെ, അപ്പോൾ ഈ സ്റ്റോറിയുടെ ഓഥർ ആരാണെന്ന് നോക്കാം. പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റ്യൻ അല്ലേ, വാസ് ബോൺ ഇൻ മാഡ്രിഡ്. എവിടെയാണ് ജനിച്ചത്? മാഡ്രിഡിലാണ്, സ്പെയിനിൽ അല്ലേ. അപ്പോൾ നോക്കാം, നമുക്ക് ഈ ഓഥറിൻ്റെ 2-3 സ്റ്റോറീസും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ആർ റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ദ ലേസി ലിറ്റിൽ ബേർഡ്. ഇതൊക്കെയാണ് വേറെ കുറച്ച് സ്റ്റോറീസൊക്കെ എഴുതിയത്. പിന്നെ ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെഡ് ടു ഹിം ടു ക്രിയേറ്റ് കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻസ് ഓൺ വാല്യൂസ്. അപ്പോൾ ഇവർ എന്താണ്, പാഷൻ എന്ന് വെച്ചാൽ റൈറ്റിംഗ്, ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻസ് വാല്യൂസ്. ചിൽഡ്രൻസിനൊക്കെ നല്ല വാല്യൂസ് ഉള്ള കുറച്ച് സ്റ്റോറീസൊക്കെ എഴുതുന്നതാണ് ഇയാളുടെ പാഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് പാർട്ട് 3 നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം. അപ്പം നമ്മൾ പാർട്ട് 3 ആയിട്ട് വരുന്നതേക്ക് ബൈ.